സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുന്നു. 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ചുഴലിക്കാറ്റായി ഇന്ന് തീരം തൊടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാനസ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേരുന്നുണ്ട്. മാനസ, മാറിവരുന്ന അലേർട്ടുകളിലും ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ യെല്ലോ അലേർട്ട് അടക്കമുള്ള കാര്യങ്ങളാണോ? ഏതൊക്കെ പ്രധാന ജില്ലകൾ ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്? തീരദേശത്തിനും മലയോര മേഖലയ്ക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴുണ്ടോ? തീർച്ചയായും കവി, അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല എങ്കിൽ കൂടിയും സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മലയോര മേഖലകളിലായിരിക്കും കൂടുതലും മഴ ലഭിക്കുക എന്ന അറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത തുടരണം. അതോടൊപ്പം തന്നെ ഈ തീരദേശത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലും അതോടൊപ്പം തന്നെ അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപം കൊണ്ട സാഹചര്യത്തിൽ തീരദേശത്തുള്ളവർ, അതായത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ ഈ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ തുടരുന്ന വിലക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താനുള്ള വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. ഒരു അറിയിപ്പ് ലഭിക്കുന്നതുവരെ ആഴക്കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ജില്ലയിലും സമാനമായ രീതിയിലാണ് തിരുവനന്തപുരത്തും എറണാകുളം ജില്ലയിലും രാവിലെ മുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് യെല്ലോ മുന്നറിയിപ്പുണ്ട് എങ്കിൽ കൂടിയും തിരുവനന്തപുരത്ത് മഴ മുന്നറിയിപ്പില്ല എങ്കിൽ കൂടിയും രാവിലെ മുതൽ നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ 40 കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. ഈ കാറ്റിന്റെ വേഗതയിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം യാത്ര നടത്താൻ, വാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശരി, മാനസ മനോജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.